ഓക്കെ. നമുക്കിനി പറയാനുള്ളത് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കമ്പഷൻ ആണ്. ബേസിക് കമ്പഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കമ്പഷൻ. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കമ്പഷൻ പേര് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ എടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കമ്പഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ. അതിൽ ആദ്യം നമുക്ക് വരുന്നത് പൂൾ ഫയർ ആണ്. പൂൾ ഫയർ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ടാങ്കിൽ ഉണ്ടാകുന്ന ഫയറിനെയാണ് നമ്മൾ പൂൾ ഫയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഫയർ. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫയർ ഇൻ ആൻ ഓപ്പൺ സ്റ്റോറേജ് ടാങ്ക് ഈസ് കോൾഡ് പൂൾ ഫയർ. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഫയർ ഈ ഒരു പൂൾ ഫയറിൻ സ്റ്റോറേജ് ടാങ്കിന്റെ ഡയമീറ്ററിന്റെ ഡബിൾ ഹൈറ്റിലോട്ട് വരെ പൊങ്ങും. ഇവർ അതിന്റെ റേഞ്ച് പറയുന്നത് 1.75 ടു 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ദി ടാങ്ക് ആണ്. ഓക്കെ. ഇപ്പൊ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതാണ് എന്റെ സ്റ്റോറേജ് ടാങ്ക് എങ്കിൽ അതിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ അത് ഏകദേശം 2D ഹൈറ്റിലോട്ട് പൊങ്ങും. പിന്നെ അതിന്റെ ടെമ്പറേച്ചർ റീജിയനും റേഞ്ചും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ വരച്ചിട്ടൊക്കെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ പൂൾ ഫയറിന്റെ പ്രാക്ടിക്കൽ ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂൾ ഫയറിന് പറയുന്ന വേറെ പേരാണ് സ്റ്റോറേജ് ടാങ്ക് ഫയർ അല്ലെങ്കിൽ ട്രെഞ്ച് ഫയർ എന്നൊക്കെ പറയുന്നത്. ഒക്കേഴ്സ് വെൻ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ഫോം എ പൂൾ ഓർ പുഡിൽ ആൻഡ് ഫയർ വിൽ ബേൺ ഓവർ ദി പൂൾ. ആ പൂളിന് മുകളിലായിട്ടുണ്ടാവുന്ന ഫയറിന് നമ്മൾ പറയുന്ന പേരാണ് പൂൾ ഫയർ. അപ്പോൾ സ്റ്റോറേജ് ടാങ്കിൽ ഉണ്ടാവുന്ന ഫയർ ആണ് പൂൾ ഫയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് നമുക്ക് ഒരിക്കലും വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോരുത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. നമ്മൾ സാധാരണ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാറ്. അത്രയും ഓർത്ത് വെക്കുക പൂൾ ഫയർ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ജെറ്റ് ഫയർ ആണ്. ജെറ്റ് ഫയർ എങ്ങനെ ഉണ്ടാവുന്നത്? കമ്പസ്റ്റബിൾ മെറ്റീരിയൽ എസ്കേപ്പിംഗ് ഫ്രം എ കണ്ടെയ്നർ അണ്ടർ പ്രഷർ എൻട്രാപ്സ് എയർ ടു പ്രൊഡ്യൂസ് ഓൺ ഇഗ്നീഷൻ എ ജെറ്റ് ഫ്ലെയിം. അപ്പോൾ ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫ്ലെയിമബിൾ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഒരു പൈപ്പിലൂടെ നമ്മളൊരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ലീക്ക് കൊണ്ടുണ്ടാവുന്ന ഫയറിനെ പറയുന്ന പേരാണ് ജെറ്റ് ഫയർ. അപ്പോൾ ഈ ഫ്ലെയിമബിൾ ലിക്വിഡ് ഈ ഒരു പൈപ്പിൽ ഹൈ പ്രഷറിൽ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് ലീക്ക് ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വന്നിട്ടുണ്ടാവുന്ന ഫയറാണ് ജെറ്റ് ഫയർ. നിങ്ങൾക്ക് അതിന്റെ ഫിഗർ കാണാൻ പറ്റും. ഇതാണ് ജെറ്റ് ഫയർ. Jet fire occurs when a flammable liquids or gas ignited after it release from a pressurized punctured vessel or pipe. ആ പോയിന്റ് ആണ് ഓർത്ത് വെക്കേണ്ടത്. പൈപ്പിൽ ഹൈ പ്രഷറിലുള്ള പൈപ്പിൽ ലീക്ക് കൊണ്ടുണ്ടാവുന്ന ഫയറിനെ പറയുന്ന പേരാണ് നമ്മുടെ ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ജെറ്റ് ഫയർ നമ്മൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക? ബൈ റെഡ്യൂസിങ് ദ പ്രഷർ ആൻഡ് കണ്ടിന്യൂസ്ലി കൂളിംഗ് ദ വെസൽ. അപ്പോൾ ആ വെസൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വേറെയും കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ. അപ്പോൾ നമുക്ക് ജെറ്റ് ഫയർ കഴിഞ്ഞു. അടുത്തത് ഇനി ഫ്ലാഷ് ഫയർ ആണ്. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it result from the ignition of a cloud of combustible vapors or dust which has drifted some distance away from the point of release and has become mixed with the atmospheric air to form a flammable mixture. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാവുന്നത് ഒരു ഫ്ലെയിമബിൾ മിക്സ്ചർ ഒരു പോയിന്റിൽ, ഇപ്പൊ ഇവിടെ കുറച്ച് ഡസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കത്തുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അത് ഇവിടെ നിന്നും എന്തെങ്കിലും റീസൺ കാരണം കുറച്ച് അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ആയി പോയിട്ട് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ആയി പോയിട്ട് അവിടെ ഉണ്ടാവുന്ന ഫയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലാഷ് ഫയർ. ഇപ്പൊ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് അതിന്റെ പോയിന്റ് ഓഫ് സോഴ്സിൽ നിന്നും ഡ്രിഫ്റ്റ് ചെയ്ത് പോയി വേറെ സ്ഥലത്ത് എയറുമായി മിക്സ് ആയിട്ടുണ്ടാവുന്ന ഫയറിനെ പറയുന്ന പേരാണ് ഫ്ലാഷ് ഫയർ. ഓക്കെ. ഫ്ലാഷ് ഫയറിന്റെ ഫിഗർ കാണാൻ പറ്റും. ഇതാണ് ഫ്ലാഷ് ഫയർ. Okay, flash fire is a sudden intense fire caused by the ignition of a mixture of air and cloud, flammable vapor such as solid or flammable or combustible liquid or a gas. അപ്പോൾ സഡൻ ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഫ്ലെയിമബിൾ മിക്സ്ചർ അപ്പുറത്തോട്ട് പോയിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഫയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലാഷ് ഫയർ. ഒക്കേഴ്സ് വെൻ എ ക്ലൗഡ് ഫ്ലെയിമബിൾ ഗ്യാസ് ആൻഡ് എയർ ഈസ് ഇഗ്നൈറ്റഡ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാവും. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഇപ്പം മൊബൈലിന്റെ ഫ്ലാഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന, അതുകൊണ്ടാണ് പേര് ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ ഫ്ലാഷ് ഫയർ ഉണ്ടാവുന്ന സമയത്ത് നമുക്കതിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. 3 സെക്കൻഡ് കൊണ്ടൊക്കെയാണ് ആ ഫയർ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കാൻ പറ്റുക. പ്രിവെന്റീവ് മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഫ്ലാഷ് ഫയർ ഇല്ലാതെ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ലാതെ നമുക്കൊരിക്കലും അത് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യൽ പോസിബിൾ അല്ല. പിന്നെ അതിന്റെ എങ്ങനെയൊക്കെ അതിന്റെ ഹസാർഡ് എന്തൊക്കെയാന്നൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ 3 ഫയറിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പൂൾ ഫയർ, അടുത്തത് ജെറ്റ് ഫയർ, അടുത്തത് ഫ്ലാഷ് ഫയർ. പൂൾ ഫയർ സ്റ്റോറേജ് ടാങ്കിൽ ഉണ്ടാവുന്ന ഫയർ ആണ്. ജെറ്റ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പുറത്തോട്ട് വരുന്ന സമയത്ത് ലീക്ക് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫയർ ആണ് ജെറ്റ് ഫയർ. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞാൽ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തോട്ട്
പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ എയറുമായിട്ട് മിക്സ് ചെയ്തുണ്ടാവുന്ന ഫയറിനെയാണ് ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. മൂവ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഫയർ ആണ് കേട്ടോ. ഫ്രം ദി ഇഗ്നിഷൻ ഓഫ് എ ക്ലൗഡ് ഓഫ് കമ്പസ്റ്റബിൾ വേപ്പേഴ്സ് ഓർ ഡസ്റ്റ്. അപ്പോൾ ഇങ്ങനെ എക്സാമിന് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫ്ലാഷ് ഫയർ ഈസ് ഫോംഡ് ബൈ ignition of a cloud of combustible vapor or dust which has drifted some distance from the point of release. Point of release നിന്നും അടുത്ത് കുറച്ച് ദൂരമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് എയറുമായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഫയറിനെ പറയുന്ന പേരാണ് ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫയർ ആണ് ഡീപ്പ് സീറ്റഡ് ഫയർ. ഡീപ്പ് സീറ്റഡ് ഫയർ, അത് ആ പേര് തന്നെ ഉണ്ട്. ഡീപ്പ് സീറ്റഡ് ഫയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് മുകളിൽ നിന്ന് നോക്കിയാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഫയർ അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിട്ടുള്ള സ്ഥലത്ത് താഴെ ഉണ്ടാവുന്ന ഫയറിനെയാണ് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഫയർ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഡീപ്പ് സീറ്റഡ് ഫയർ നമുക്ക് നോട്ടീസ് ചെയ്യപ്പെടാതെ പോകുന്ന ഫയറാണ്. അത് സാധാരണ ഉണ്ടാവുന്നത് ഡഫ്, പീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണ് സാധാരണ ഈ ഡീപ്പ് സീറ്റഡ് ഫയർ ഉണ്ടാവുക. A fire which begins as flames on the outside of a heap of fibrous or particulate material may soon penetrate into the heap as smoldering. അപ്പോൾ മെല്ലെ മെല്ലെ അത് താഴോട്ട് പെനിട്രേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലോട്ട് അത് മാറും. അതിനാണ് നമ്മൾ ഡീപ്പ് സീറ്റഡ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീപ്പ് സീറ്റഡ് ഫയർ എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ നമ്മൾ ആൾറെഡി എക്സ്പ്ലോഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ എക്സ്പ്ലോഷനും കെമിക്കൽ എക്സ്പ്ലോഷനും. ഫിസിക്കൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വെസൽ പൊട്ടുക, പ്രഷർ കൂടിയിട്ട് പൊട്ടുന്നതിനാണ് നമ്മൾ ഫിസിക്കൽ എക്സ്പ്ലോഷൻ എന്ന് പറയാം. ഇനി കെമിക്കൽ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഡിഫ്ലഗ്രേഷൻ, ഡിറ്റണേഷനും ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അവിടെ പറയാനുള്ള സം കൈൻഡ് ഓഫ് എക്സ്പ്ലോഷൻ ആണ്, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് കമ്പഷൻ ആണ്. ഡസ്റ്റ് എക്സ്പ്ലോഷൻ, VCE, അതുപോലെ തന്നെ ബ്ലവ്. ഇതൊക്കെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അതിൽ ആദ്യം വരുന്നതാണ് ബ്ലവ്. ബ്ലവിന്റെ ഫുൾ ഫോം പഠിക്കുക. ഇതും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കമ്പഷൻ ആണ്. എക്സ്പ്ലോഷൻ ആണെങ്കിൽ പോലും സ്പെഷ്യൽ കൈൻഡ് ഓഫ് കമ്പഷൻ ആണ്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഓക്കെ, ഇത് എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലവ് ക്യാൻ ഒക്കർ വെൻ എ സ്റ്റോറേജ് ടാങ്ക് കണ്ടെയ്നിങ് ലിക്വിഫൈഡ് വേപ്പേഴ്സ് റിസീവ് തെർമൽ എനർജി ഓഫ് ഗ്രേറ്റ് ഇന്റൻസിറ്റി. അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വളരെ സംഭവമായിട്ട് തോന്നും. ഒന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലൊരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോയിലർ ഉണ്ട്. അതിലൊരു ലിക്വിഡ് ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ലിക്വിഡ് എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റോറേജ് ടാങ്ക് അല്ലെങ്കിൽ ബോയിലറിനകത്തുണ്ട്. ഇതിന് എങ്ങനെയെങ്കിലും അപ്പുറത്തുള്ള ഹീറ്റ് സോഴ്സിൽ നിന്ന് റേഡിയേഷൻ, നമുക്ക് ഹീറ്റ് പല രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്വത്തിലൂടെ അല്ലെങ്കിൽ ഒരു മീഡിയവും ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ റേഡിയേഷൻ പറയാം. അപ്പോൾ റേഡിയേഷൻ വഴി അപ്പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഹീറ്റ് സോഴ്സിൽ നിന്ന് റേഡിയേഷൻ വഴി ഇതിന് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് പുറത്തോട്ട് പോകും. എന്നിട്ട് വലിയ ഒരു എക്സ്പ്ലോഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഫയർ ആയിട്ട് അത് മാറും. അതിനാണ് നമ്മൾ ബോയിലിംഗ്, ആ പേര് തന്നെ ഉണ്ട്, ബോയിലിംഗ് ലിക്വിഡ് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് എക്സ്പാൻഡ് ചെയ്യാണ്. പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വേപ്പറിലോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എ സ്റ്റോറേജ് ടാങ്ക് കണ്ടെയ്നിങ് ലിക്വിഫൈഡ് വേപ്പേഴ്സ് വെൻ ഗെറ്റ് high thermal radiation or thermal energy, it is expanded to form a highly dangerous vapor cloud and a fire is formed. This fire is called ബ്ലവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ബ്ലവ് ഇപ്പോൾ എക്സാമിന് ചോദിച്ചാൽ ഈ സിമ്പിൾ ഫിഗർ ഒക്കെ ഞാൻ ഈ നോട്ട് ഇവിടെ തരാം, നമ്മൾ വരച്ചു വെക്കുക. ഇത് കണ്ടില്ലേ, ഒരു സ്റ്റോറേജ് ടാങ്ക് ആണ്. ഇതിനകത്തൊരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇതിന് റേഡിയേഷൻ വഴി എനർജി കിട്ടുന്നു, തെർമൽ എനർജി കിട്ടുന്നു, അല്ലെങ്കിൽ ഹീറ്റ് ഇതിലോട്ട് വരുന്നു. ഹീറ്റ് ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യാണ്. എന്നിട്ട് ഇത് പുറത്തോട്ട് വരും. എന്നിട്ട് വലിയ ഒരു എക്സ്പ്ലോഷൻ പോലെ ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, ഫ്ലാഷ് ഓവർ നിങ്ങളുടെ സിലബസിലില്ല, അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൺകൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ, അതേപോലെ തന്നെ കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ. ഇതിൽ UCV ഇപ്പോൾ നിങ്ങളുടെ സിലബസിലില്ല. നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുള്ള കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ CVE ആണ് പഠിക്കേണ്ടത്. ആ പേര് തന്നെ ഉണ്ട്. ഒരു കൺഫൈൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു റൂം, ആ റൂം എന്ന് പറയുമ്പോൾ നമുക്ക് 4 ചുമരേ ഉണ്ടാവുള്ളൂ അല്ലേ. ആ ഒരു റീജിയനകത്ത് ഉണ്ടാവുന്ന എക്സ്പ്ലോഷൻ ആണ്
കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ. അപ്പോൾ അൺകൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ചെറിയ റൂമിനകത്താണ് ഈ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ പ്രഷർ നന്നായിട്ട് കൂടും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലോട്ട് ആ പ്രഷർ കൂടും. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. പ്രഷർ കൂടി അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അൺകൺഫൈൻഡിനേക്കാളും ഡേഞ്ചർ ആണ് കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ. അതൊന്നുമില്ല, ഇപ്പോൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഒരു കൺഫൈൻഡ് ഏരിയയിൽ ഉണ്ടാവുന്നു, അവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഒരു കൺഫൈൻഡ് ഏരിയയിൽ ഫ്ലെയിമബിൾ മിക്സ്ചേഴ്സ് കാരണം ഉണ്ടാവുന്ന എക്സ്പ്ലോഷൻ ആണ് കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ. ഓക്കെ, ഇനി നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ബോയിൽ ഓവറും സ്പിൽ ഓവറും. അത് പഠിക്കണം. അതിൽ തന്നെ ബോയിൽ ഓവർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് സിലബസിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ബോയിൽ ഓവറും സ്പിൽ ഓവറും. ഇതാണ് ഒരു ബോയിൽ ഓവറിന്റെ ഫിഗർ. ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിനകത്ത് തീ പിടിച്ചു, ഓക്കെ, അല്ലെങ്കിൽ പെട്രോൾ സ്റ്റോർ ചെയ്തുള്ള ഒരു ടാങ്കിനകത്ത് തീ പിടിച്ചു. അപ്പോൾ നമ്മൾ ആ തീ അണക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിന് നമുക്കറിയാം വാട്ടറിനെ ഈ ഒരു ഓയിലിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1000 ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓയിലിനൊരു 800, 700, 900 ആ റേഞ്ചിലൊക്കെ ഏത് ഓയിലിനും ഡെൻസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെൻസിറ്റി കൂടിയത് വെള്ളത്തിനായതുകൊണ്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഈ ഫയർ സ്റ്റോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, വെള്ളത്തിന് ഡെൻസിറ്റി മീൻസ് വെയിറ്റ് കൂടുതലാവും. അപ്പോൾ ഇത് താഴോട്ട് പോകും. ഇത് താഴോട്ട് പോയിട്ട് പെട്ടെന്ന് ഇത് മുകളിലോട്ട് പൊങ്ങി വരും. ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതൊരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു എക്സ്പ്ലോഷനിലോട്ട് അത് മാറും. അതിനാണ് നമ്മൾ ബോയിൽ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ബോയിൽ ഓവർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉണ്ടാവുന്ന ഫയറിന് റീസൺ ആയിട്ടുള്ള ഫ്ലെയിമബിൾ ലിക്വിഡും നമ്മൾ ഫയർ സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡും തമ്മിലുള്ള ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ്. നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന ഓയിലിനേക്കാൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ വെള്ളം ഈ ഒരു ഓയിൽ താഴോട്ട് സിങ്ക് ചെയ്ത് പോകും, താഴോട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫയറിന് നമ്മൾ പറയുന്ന പേരാണ് ബോയിൽ ഓവർ. ഓക്കെ, അത് ഏകദേശം 1700 ടൈംസ് അതിന്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ വോളിയത്തിന് 1700 ടൈംസ് വോളിയമാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഉള്ള എക്സ്പ്ലോഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ബോയിൽ ഓവർ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്രോളിയം പോലുള്ള സാധനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ, വാട്ടർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ബോയിൽ ഓവർ ഉണ്ടാവുക. എന്നിട്ട് എക്സാമിന് ചോദിച്ചാൽ ഈ ഫിഗറൊക്കെ നിങ്ങൾ ജസ്റ്റ് വരയ്ക്കുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതാണ് ബോയിൽ ഓവർ. refers to an extremely hazardous situation where an attempt is made to extinguish semi-enclosed oil or petrochemical fueled fire with water. അപ്പോൾ പെട്രോകെമിക്കൽ ഫ്യൂൽഡ് ഫയർ വാട്ടർ ഉപയോഗിച്ച് എക്സ്റ്റിങ്യൂഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, അത് സ്റ്റോർ ചെയ്തിട്ടുള്ള ടാങ്കിലോട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ബോയിൽ ഓവർ ഉണ്ടാവുക. എന്നിട്ട് ആ ഫിഗറും വരച്ചു വെക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബോയിൽ ഓവറായി. ഇനി അവിടെ നമുക്കുള്ളത് സ്പിൽ ഓവർ ആണ്. സ്പിൽ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയിൽ ഒരു മിനി ബോയിൽ ഓവർ തന്നെയാണ് സ്പിൽ ഓവർ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഉണ്ടാവുക വെറ്റായിട്ടുള്ള ഓയിൽ ബേൺ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് ആ ഫയറിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സ്പിൽ ഓവർ ഉണ്ടാവുക. ഓക്കെ, വെറ്റായിട്ടുള്ള ഓയിൽ ബേൺ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാവുക, സ്പിൽ ഓവർ ഉണ്ടാവുക. സ്പിൽ ഓവർ ഈസ് എ മൈനർ ബോയിൽ ഓവർ ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ വെറ്റ് ഓയിൽ കണ്ടെയ്നിങ് എ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ. അപ്പോൾ ഓയിലിനകത്ത് വെള്ളം ഉണ്ട് ഓൾറെഡി, ബേണിംഗ് ഇൻ എ ടാങ്ക്, ഒരു ടാങ്കിനകത്ത് അത് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളി ഓർ നിയർലി ഫുൾ, ആൻഡ് ഡ്യൂ ടു ദി സഡൻ ആപ്ലിക്കേഷൻ ഓഫ് ഫോം ഓർ സ്പ്രേ, വെള്ളമല്ല ഫോം ഓർ സ്പ്രേ ഉപയോഗിച്ചാണ്, കാണും. മറ്റോടത്തായിരുന്നു വെള്ളം, ഇവിടെ നമ്മൾ ഫോം ഓർ സ്പ്രേ ഉപയോഗിച്ച് അതിനെ കൂൾ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ സ്പിൽ ഓവർ ഉണ്ടാവുക. അപ്പോൾ ഒരു ബോയിൽ ഓവറിന്റെ ഒരു മിനി വേർഷനാണ് സ്പിൽ ഓവർ. അതുണ്ടാവുന്നത് വെറ്റായിട്ടുള്ള ഓയിലിന്റെ ഫയറിന് നമ്മൾ ഫോം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സ്പിൽ ഓവർ ഉണ്ടാവുക. ബോയിൽ ഓവർ സ്പിൽ ഓവർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അത്രയാണ് ആ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് ഫയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, പക്ഷെ അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഡസ്റ്റ് എക്സ്പ്ലോഷൻ. ഓക്കെ, ഡസ്റ്റ് എക്സ്പ്ലോഷൻ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ പെൻറ്റഗൺ ആണ്. നമ്മൾ ഫയർ ട്രയാങ്കിളിനെ കുറിച്ചും ഫയർ ടെട്രാഹെഡ്രനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി 5 സൈഡുള്ള സാധനം, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പെൻറ്റഗൺ എന്ന് പറയുന്നത്. പെൻറ്റഗൺ, ഹെക്സഗൺ ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ എന്താണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ, പെൻറ്റഗൺ? ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങൾ മരമില്ല് കണ്ടിട്ടുണ്ടാവും, മരത്തിൻ്റെ മില്ല്. അവിടെ
ഈ മരത്തിൻ്റെ പൊടി ഉണ്ടാവും, മരത്തിൻ്റെ പൊടി. ഇപ്പോൾ എന്തെങ്കിലും ഈ പൊടി എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളതും കുറച്ച് സൈസ് കൂടിയ പല ടൈപ്പ് പൊടികളുണ്ടാവും. ഇപ്പോൾ കുറേ പൊടി ഇങ്ങനെ നിലത്തൊക്കെ കിടക്കുന്നുണ്ടാവും. ചില പൊടി വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രൂപത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. മൈക്രോ ലെവൽ, നമുക്കത് കണ്ണുകൊണ്ട് നോക്കിയാലും ചിലപ്പോൾ കാണാൻ പറ്റില്ല. അത്രയും മൈന്യൂട്ട് ലെവലായിട്ടുള്ള, അതുകൊണ്ട് ചിലർക്ക് അവിടെ പോകുമ്പോൾ തുമ്മൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പൊടി അവിടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സോ ഡസ്റ്റ് ഈ അറ്റ്മോസ്ഫിയറിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ട് പുറത്തുണ്ട്. അവിടെ ഒരു മോട്ടർ ഉണ്ട് നോക്കുക. ഈ മോട്ടറിന് എന്തെങ്കിലും ഒരു റീസൺ കാരണം ഒരു സ്പാർക്ക് ഉണ്ടായി. ഈ സ്പാർക്ക് നേരെ നമ്മൾ സോഡസ്റ്റിലോട്ട് വന്നു, താഴെ കിടക്കുന്ന സോളിഡ് ആയിട്ടുള്ള സോഡസ്റ്റിലോട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കത്താൻ തുടങ്ങും. അങ്ങനെ കത്തുന്ന സമയത്ത് ഇത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഡസ്റ്റുമായിട്ട് കൂടിച്ചേർന്ന് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. ആ എക്സ്പ്ലോഷന് നമ്മൾ പറയുന്ന പേരാണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡസ്റ്റ് എക്സ്പ്ലോഷൻ പെൻഡഗൺ ആയി. നമുക്ക് അതിൽ എന്തൊക്കെ വേണ്ടത് നോക്കാം. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? സോളിഡ് ആയിട്ടുള്ള ഡസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? താഴെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന സോളിഡ് ആയിട്ടുള്ള ഡസ്റ്റ്, അതാണ് നമ്മുടെ കമ്പസ്റ്റിബിൾ പാർട്ടിക്കുലേറ്റ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അതിന് ഡസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഫ്യൂവൽ എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതാണ് ഈ താഴെ കാണിച്ചിട്ടുള്ള കമ്പസ്റ്റിബിൾ പാർട്ടിക്കുലേറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി നമുക്ക് കത്തണമെങ്കിൽ എന്തായാലും എന്ത് വേണം? എയർ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റൂമാണ്, അവിടെ എയർ ഉണ്ടാവും. അപ്പോൾ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ എയർ ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ നമ്മൾ ഡീൽ ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞത് ഇഗ്നീഷൻ വേണമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മോട്ടറിനുണ്ടായ സ്പാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ, മോട്ടർ ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും റീസൺ കാരണം അവിടെ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നീഷനുമായി. ഇനി നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിനകത്ത് ഡിസ്പേഴ്സ് രൂപത്തിലാണ് ഇത് കിടക്കുന്നത് എന്നുള്ളത്, മൈന്യൂട്ട് ലെവൽ. അപ്പോൾ ഡിസ്പേർഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ആളുമായി. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ആൾ കൺഫൈൻമെന്റ്. ഞാൻ കൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു കൺഫൈൻമെന്റ് എന്താന്നുള്ളത്. ഒരു റൂമിൽ ഒരു കൺഫൈൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അടച്ചുപൂട്ടപ്പെട്ട സ്ഥലം. അപ്പോൾ ഒരു റൂം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ക്ലോസ്ഡ് റീജിയൻ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് അങ്ങനെ പഠിച്ചാൽ മതി, ക്ലോസ്ഡ് റീജിയൻ. അപ്പോൾ കൺഫൈൻമെന്റുമായി ഈ 5 എണ്ണം കൂടി ചേരുമ്പോഴാണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ ഡസ്റ്റ് എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഫയർ പറഞ്ഞ പോലെ തന്നെ ഈ 5ഉം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ. അതിൽ ഡേഞ്ചറസ് ആണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡസ്റ്റ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പെൻഡഗണെ കുറിച്ച് പഠിക്കുക. ഈ കമ്പസ്റ്റിബിൾ പാർട്ടിക്കുലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഡസ്റ്റ്, ഓക്സിജൻ അല്ലെങ്കിൽ എയർ ഉണ്ടാവും, ഇഗ്നീഷൻ അല്ലെങ്കിൽ സോഴ്സ് ഉണ്ടാവും, ഇഗ്നീഷൻ സോഴ്സ്, പിന്നെ ഡിസ്പേർഷൻ, പിന്നെ കൺഫൈൻമെന്റ്. ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ഓക്കെ, ഡസ്റ്റ് എക്സ്പ്ലോഷൻ ഈസ് ദി റാപ്പിഡ് കമ്പഷൻ ഓഫ് ഫൈൻ പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ ദ എയർ വിത്തിൻ എ ക്ലോസ്ഡ് ലൊക്കേഷൻ. അപ്പോൾ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന്റെ റാപ്പിഡ് എക്സ്പ്ലോഷൻ ആണ്, റാപ്പിഡ് കമ്പഷൻ ആണ്, ഒരു ക്ലോസ്ഡ് റീജിയനിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇത്രയും പഠിക്കുക. പിന്നെ അതിന്റെ ക്ലാസ് ഒക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് പഠിക്കണം. നമുക്ക് എങ്ങനെ ഡസ്റ്റ് എക്സ്പ്ലോഷൻ പ്രിവെന്റ് ചെയ്യാം. ഇപ്പൊ ഇതിലിപ്പോ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഫയർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡസ്റ്റ് എക്സ്പ്ലോഷൻ അവിടെ സ്റ്റോപ്പ് ആവും. ഒന്നുകിൽ എയർ എടുത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇഗ്നിഷൻ സോഴ്സ് എടുത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ഡിസ്പേർഷൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ കൺഫൈൻമെന്റ് ഇല്ലാതെ നോക്കുക, അല്ലെങ്കിൽ ഡസ്റ്റ് താഴോട്ട് സോളിഡ് ആയിട്ടുള്ള ഡസ്റ്റ് വരാതെ നോക്കുക. അപ്പോൾ ആദ്യം പറയുന്നത് എലിമിനേറ്റ് ഫ്യൂവൽ. ഇവിടെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡസ്റ്റ് ആണ്. അപ്പോൾ ഡസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് പ്രിവെന്റ് ഡസ്റ്റ് സസ്പെൻഷൻ. അറ്റ്മോസ്ഫിയറിൽ പരമാവധി ഇത് സസ്പെൻഡ് ചെയ്യാതെ നോക്കുക. മോയ്സ്ചർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കീപ് ഫ്യൂവൽ ബിലോ LFL താഴെ വരുത്താൻ നോക്കുക. അതേപോലെ തന്നെ എയറിന്റെ കോൺസെൻട്രേഷൻ, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറക്കുക. ഇഗ്നീഷൻ സോഴ്സ് എലിമിനേറ്റ് ചെയ്യുക. സ്പാർക്ക് എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡസ്റ്റ് എക്സ്പ്ലോഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് സ്മൗൾഡറിങ് കമ്പഷൻ എന്ന് പറയുന്നത്. അതും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കമ്പഷൻ ആണ്, സ്മൗൾഡറിങ് കമ്പഷൻ. ഈ സ്മൗൾഡറിങ് കമ്പഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്ലെയിം ഉണ്ടാവില്ല. ഓക്കെ, സ്മോൾഡറിങ് കമ്പഷൻ ഈസ് എ സ്ലോ, ലോ ടെമ്പറേച്ചർ, ഫ്ലെയിംലെസ് ബേണിംഗ് ഓഫ് പോറസ് ഫ്യൂവൽ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒന്ന് ഫ്ലെയിം ഉണ്ടാവില്ല, അതുപോലെ തന്നെ സ്മോൾഡറിങ് കമ്പഷൻ നടക്കുന്നത് പോറസ് ഫ്യൂവൽസിനാണ്. പോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഫ്യൂവൽസിനകത്താണ് ഈ സ്മോൾഡറിങ് കമ്പഷൻ ഉണ്ടാവുക. അതാണ് നിങ്ങൾ എക്സാമിന് ആദ്യം എഴുതേണ്ട പോയിന്റ്. പോറസ് ഫ്യൂവൽസിന് ഉണ്ടാകുന്ന കമ്പഷനാണ് സ്മോൾഡറിങ് കമ്പഷൻ. അതിന് ഫ്ലെയിംലെസ് ആയിരിക്കും, അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോട്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഫയർ ഉണ്ടാവണമെങ്കിൽ അവിടെ ഫ്ലെയിം വേണം. ഫ്ലെയിം പെട്ടെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഫ്ലെയിംലെസ് ആയിട്ടുള്ള ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള പോറസ് മെറ്റീരിയൽസ് ഉണ്ടാകുന്ന ഫയറിനെയാണ് നമ്മൾ സ്മൗൾഡറിങ് കമ്പഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സാമിന് നിങ്ങൾ ഈ ഫിഗർ വരച്ചു വെക്കണം. ഇത് ഉണ്ടാവുന്നത്
സ്മൗൾഡറിംഗ് സോൺ ഉണ്ടാകുന്നത് ഏകദേശം 600 ടു 750 ഡിഗ്രി സെൽഷ്യസ് ഈ പോറസ് ആയിട്ടുള്ള ഫ്യൂവലിന് ഈ 600 ടു 750 ഡിഗ്രി സെൽഷ്യസ് കിട്ടുമ്പോഴാണ് ഈ സ്മോൾഡറിംഗ് കമ്പഷൻ ഉണ്ടാവുക. ഓക്കെ, the temperature within the smoldering zone will be about 600 to 750 degrees Celsius and the combustion will be due to direct oxidation of hot fuel surface. Direct oxidation ആണ് അവിടെ സംഭവിക്കുന്നത്. അതിന്റെ റേഞ്ച് 600 to 750 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഈ 600 to 750 ഡിഗ്രി സെൽഷ്യസ് ഓക്സിഡേഷൻ സംഭവിച്ച് നമുക്ക് ചാർ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇതിനി അടുത്ത പോയിന്റിലോട്ട് സ്പ്രെഡ് ആവും. എപ്പോ? അടുത്ത പോയിന്റ്, തൊട്ടടുത്തുള്ള പോയിന്റിന്റെ ടെമ്പറേച്ചർ 200 to 300 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ ഫയർ സ്പ്രെഡ് ആവും. വീണ്ടും ഈ ഒരു പ്രോസസ്സ്, ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. സ്മോൾഡറിംഗ് അടുത്തടുത്ത പോയിന്റിലോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫിഗർ നിങ്ങൾ വരക്കണം, പൈറോളിസിസിനുള്ള ടേം എഴുതണം, ചാറ് കാണിക്കണം, അതിന്റെ ടെമ്പറേച്ചർ, സ്മോൾഡറിംഗിന്റെ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയണം, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കണം. ഓക്കെ, ഇവിടെ സ്മോൾഡറിംഗ് നടക്കുന്നു, തൊട്ടടുത്ത പോയിന്റിൽ ടെമ്പറേച്ചർ കൂടുന്നു, അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു, ഇപ്പോൾ ഇവിടെ ചാർ ഫോം ചെയ്തു, അടുത്ത പോയിന്റിൽ ഉണ്ടായി, പൈറോളിസിസ് നടക്കുന്നു, അവിടെ ചാർ ഫോം ചെയ്യുന്നു, അടുത്ത പോയിന്റിലോട്ട് സ്പ്രെഡായി അങ്ങനെ പോകുന്നു. ഇതാണ് സ്മോൾഡറിംഗ് കമ്പഷൻ. സ്മോൾഡറിംഗ് ക്യാൻ പ്രോഗ്രസ് അൺനോട്ടീസ്ഡ് വിത്തിൻ എ മാസ് ഫ്യൂവൽ ഫോർ എ കൺസിഡറബിൾ ടൈം. കാരണം ഇതിനകത്ത് ഈ ഒരു സ്ലോ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ, ഫ്ലെയിംലെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഓടിച്ച് പറയാം. നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കമ്പഷൻ ആണ്. അതിൽ പൂൾ ഫയർ, സ്റ്റോറേജ് ടാങ്കിൽ ഉണ്ടാകുന്ന ഫയർ ആണ്, ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ജെറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലുള്ള പൈപ്പിൽ നിന്ന് ലീക്ക് കാരണം ഉണ്ടാകുന്ന ഫയർ ആണ്. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ അതിൻ്റെ സോഴ്സിൽ നിന്ന് മാറി പെട്ടെന്ന് വേറെ അടുത്ത പോയിന്റിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഫയർ ആണ് ഫ്ലാഷ് ഫയർ. പിന്നെ അതിൻ്റെ സ്റ്റോപ്പിങ്ങും അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ഡീപ് സീറ്റഡ് ഫയർ ആണ്. ഫയർ ബേണിംഗ് ഫാർ ബിലോ ദി സർഫസ് ഇൻ ഡഫ് പോലുള്ളതിൻ്റെ ഏറ്റവും താഴെയായിട്ടുണ്ടാകുന്ന ഫയറിനെയാണ് നമ്മൾ ഡീപ് സീറ്റഡ് ഫയർ എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്കൽ എക്സ്പ്ലോഷനും കെമിക്കൽ എക്സ്പ്ലോഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് ബ്ലവ് ആണ്. ബ്ലവ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ ആണ്. അതുണ്ടാവുന്നത് ഒരു ബോയിലറിനകത്ത് നമ്മൾ ലിക്വിഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ഹൈ പ്രഷറിൽ, ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുമ്പോൾ അതിലോട്ട് റേഡിയേഷൻ വഴി ഹീറ്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ നടക്കുന്ന എക്സ്പ്ലോഷനെ കുറിച്ച് പറയുന്ന പേരാണ് ബ്ലവ് അല്ലെങ്കിൽ ബോയിൽ ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. പിന്നെ കൺഫൈൻഡ് വേപ്പർ ക്ലൗഡും അൺകൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷനെ കുറിച്ച് പറഞ്ഞു. ബോയിൽ ഓവർ, സ്പിൽ ഓവർ. ബോയിൽ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസാർഡസ് ആയിട്ടുള്ള പെട്രോ കെമിക്കൽ ഫ്യൂവൽ കൊണ്ടുണ്ടാകുന്ന ഫയർ വാട്ടർ ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഈ പെട്രോ കെമിക്കൽസിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്യൂവലിനും നമ്മുടെ വാട്ടറിൻ്റെയും ഡെൻസിറ്റി ഡിഫറൻസ് കാരണം വാട്ടർ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഹൈ വോളിയത്തിലോട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഉണ്ടാകുന്ന ഫയർ ആണ് ബോയിൽ ഓവർ എന്ന് പറയുന്നത്. അതിൻ്റെ മിനി വേർഷനാണ് സ്പിൽ ഓവർ. അത് ഓയിൽ, നമ്മൾ വെറ്റായിട്ടുള്ള ഓയിൽ ബേൺ ചെയ്യുമ്പോൾ അത് ഫോം ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സ്പിൽ ഓവർ ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ ആണ്. എക്സ്പ്ലോഷൻ എന്ന് കേട്ടാൽ ഉടൻ ഈ ഡസ്റ്റ് എക്സ്പ്ലോഷൻ പെൻഡഗൺ നമ്മുടെ മൈൻഡിലോട്ട് വരണം. കമ്പസ്റ്റബിൾ പാർട്ടിക്കുലേറ്റ്, ഓക്സിജൻ, ആ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനൊരു മരമില്ലിലോട്ട് നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ കൊണ്ടുപോവുക. അവിടെ കുറേ മരമുണ്ട്, അവിടെ താഴെ കുറച്ച് ഡസ്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ എക്സാമിന് ഈ കമ്പസ്റ്റബിൾ പാർട്ടിക്കുലേറ്റ് ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ അവിടെ ഡസ്റ്റ് എന്ന് വെച്ചാൽ മതി കേട്ടോ. ഡസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂവല്. പിന്നെ നമുക്ക് എന്തായാലും കത്താൻ ഓക്സിജൻ വേണം, സോഴ്സ് വേണം, ഇഗ്നീഷൻ സോഴ്സ് വേണം. പിന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഡിസ്പേർഷൻ, അതേപോലെ തന്നെ കൺഫൈൻമെന്റ്. ഡസ്റ്റ് എക്സ്പ്ലോഷനെ കുറിച്ച് പറയാം, അത് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുക. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സ്മോൾഡറിംഗ് കമ്പഷൻ ആണ്. സ്മോൾഡറിംഗ് കമ്പഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോറസ് ആയിട്ടുള്ള ഫ്യൂവൽസിന്, പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഉണ്ടാവുന്ന കമ്പഷനാണ്. ഏകദേശം 600 to 750 ഡിഗ്രിയിലാണ് അത് ഉണ്ടാവുക. തൊട്ടടുത്ത പോയിന്റ് 200 to 300 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവും എന്നുള്ള കാര്യം പറയാം. ഫ്ലെയിംലെസ് ആണ്, ലോ ടെമ്പറേച്ചർ ആണ്, അൺനോട്ടീസബിൾ ആണ്. ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പറയാനുള്ളത്. ഓക്കെ.